പലരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അതായത് 2000 രൂപയുടെ ഉള്ളിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് TWS ഏതാണെന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകും. കാരണം 2000 രൂപയുടെ ഉള്ളിൽ ഒരുപാട് TWS നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ യൂസ് ചെയ്ത 2 ഇയർബഡ് ഉണ്ട്. അതായത് ഓപ്പോൻ്റെ എൻകോ ബഡ്സ് 2, അതേപോലെ തന്നെ റിയൽമി T300 എന്ന് പറഞ്ഞ നല്ല യുണീക്ക് ആയിട്ടുള്ള 2 ഇയർബഡ്സ് ആണ്. രണ്ടും ഒന്നിലൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. കാരണം പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം. ഓപ്പോ എൻകോ എന്ന് പറയുന്നത് നല്ലൊരു ക്ലിയർ റിച്ച് വോക്കൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന, ബാസിനെ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും അതിൻ്റെ റിച്ച്നെസ്, കോളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വോക്കലിൻ്റെ റിച്ച്നെസ് നല്ല അടിപൊളിയായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ഇയർബഡാണ് നമ്മുടെ ഓപ്പോ എൻകോ ഇയർബഡ് 2 റിയൽമി T300. ഇതിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ് റിയൽമിയുടെ E300 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ ANC ആണ്. നോയിസ് ക്യാൻസലേഷൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. 30 dB ഉള്ളൂ എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ട്രാൻസ്പെറൻ്റ്ലി പുറത്ത് നടക്കുന്ന ഈ പറഞ്ഞ വണ്ടിയുടെ സൗണ്ടും ഹോണും കാര്യങ്ങളും കേൾക്കണമെങ്കിലും, നമ്മുടെ ഇയർബഡിലുള്ള കോളും കാര്യങ്ങളും കേൾക്കണമെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ ANC അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മെയിനായിട്ട് ഭയങ്കര റിച്ച്നെസ് ഒന്നും പറയാൻ പറ്റില്ല. വോക്കൽ റിച്ച്നെസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാസ് നല്ല രീതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അത് ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി രണ്ടും ഏകദേശം സിമിലർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഒന്നും കൂടിയും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. അതൊന്നും കൂടിയും നല്ല ഭയങ്കര മാറ്റ് ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ. അതേപോലത്തെ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് അത് വരുന്നത്. നല്ല രസമാണ് അത് കാണാൻ. കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര ഒതുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. റിയൽമിയുടെ കേസും കുഴപ്പമില്ല, എന്നാലും എനിക്കിതിനേക്കാളും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഓപ്പോൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ കോളിംഗ് ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ രണ്ടും ഒന്നിലൊന്നും വെച്ച് എന്ന് തന്നെ പറയാം. സംഭവം ഓപ്പോ എൻകോ ബഡ്സ് 2 മൾട്ടിമീഡിയ പർപ്പസിൽ ഇത് ANC കാര്യങ്ങളും അവൈലബിൾ അല്ല എങ്കിലും നമുക്ക് കോളിങ്ങിൽ അതിൽ ഡീപ്പ് നോയിസ് ക്യാൻസലേഷൻ അതിൽ കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എങ്കിലും അത് അവർ പറയുന്നുണ്ട്. പക്ഷേ റിയൽമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് മൾട്ടിമീഡിയയിലായാലും നമ്മൾ കോളിങ്ങിലായാലും നല്ല രീതിയിൽ തന്നെ ANC ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 30 dB എത്രയാണോ അത്രയും നല്ല റിച്ച് ആയിട്ട് തന്നെ ANC നല്ല രീതിയിൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം രണ്ടും കോളിങ്ങിൽ അത്യാവശ്യം നല്ലതാണ്. ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കോളിങ്ങിനായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ANC ഒന്നുകൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമായതിനാൽ റിയൽമി ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഓപ്പോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 10mm ഡ്രൈവാണ് അതിൻ്റെ ഇയർബഡിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ റിയൽമിയിൽ വരുമ്പോൾ അത് 12.4mm ആയിട്ട് അത് ഒന്നും കൂടി കുറച്ചും കൂടി നല്ല രീതിയിൽ വോയിസ് അല്ലെങ്കിൽ ഓഡിയോ കേൾക്കാവുന്ന രീതിയിലാണ് റിയൽമിയിൽ കൊടുക്കുന്നത്. അത് റിയൽമിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ രണ്ടിലും ഈ പറഞ്ഞ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് റിയൽമിക്കുള്ളത് അതിൽ സ്പേഷ്യൽ ഓഡിയോ 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റിയൽമി T300. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിലേക്ക് പറയുമ്പോഴും നമുക്ക് റിയൽമിക്ക് ഒരു പ്ലസ് പോയിന്റ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഓപ്പോ എൻകോയിൽ വരുന്ന 28 hours ആയിട്ടുള്ള ഒരു പ്ലേ ബാക്ക് ടൈമാണ് വരുന്നത്. പക്ഷേ അത് റിയൽമിയിലേക്ക് വരുമ്പോൾ അത് 40 മണിക്കൂറായിട്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ റിയൽമി തന്നെയാണ് ഇവിടെയും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ IP വാട്ടർ റെസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് റിയൽമിക്ക് തന്നെ പ്ലസ് പോയിന്റ് കൊടുക്കേണ്ടി വരും. കാരണം ഓപ്പോയിൽ വരുന്ന IPX4 ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡസ്റ്റ് ആൻഡ് പ്രൂഫ് വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻസിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ IP65 നമുക്ക് റിയൽമിയിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ റിയൽമിക്ക് തന്നെയാണ് ഇവിടെ ഒരു പ്ലസ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരാം. ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഹൈപ്പറായിട്ട് നിൽക്കുന്ന റിയൽമിക്ക് തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും ഒബ്വിയസ്ലി പ്രൈസ് കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ റിയൽമിക്കായാണ് ഒന്നും കൂടി ഓപ്പോനേക്കാൾ പ്രൈസ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഓപ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1499 ആണ് ഈ പറയുന്ന ഓപ്പോൻ്റെ ഇപ്പോഴത്തെ ഫ്ലിപ്കാർട്ട് റേറ്റ് പറയുന്നത്. പക്ഷേ റിയൽമിക്ക് വരുമ്പോൾ അത് 1999 ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം ഒരു 500 രൂപയുടെ വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. ഓഫർ പ്രൈസിൽ ഞാൻ റിയൽമി ഓഫർ പ്രൈസിലാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് കിട്ടിയത് 1799 രൂപയ്ക്കാണ് റിയൽമിയുടെ ബഡ്സ് കിട്ടിയത്. പക്ഷേ ഈ പ്രൈസ് പല ടൈമിലും ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഓപ്പോ എൻകോ 3 1299 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ടൈമിൽ മേടിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്.
പിന്നെ ഇതിൽ ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും നിങ്ങൾ ഏതാണ് വേണ്ടത് വെച്ചാൽ. നിങ്ങൾക്ക് ഒന്നുകൂടി ബാസ് ഓറിയൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോളിംഗ് ഫീച്ചേഴ്സ് കൂടിയ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ANC-ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ഫോർ റിയൽമി T300. ഇനി ഇതല്ല, നിങ്ങൾക്കൊരു റിച്ച് വോക്കലായിട്ടുള്ള, അത്യാവശ്യം ഓഡിയോ കേൾക്കുന്ന, പാട്ട് കേൾക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ഫോർ ഓപ്പോ എൻകോ ബഡ്സ് 2. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അത്യാവശ്യം രീതിയിൽ ഇത് കമ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് റിയൽമിയാണ് ഇഷ്ടമായത്. ഇതിൻ്റെ ANC എനിക്ക് ഒന്നുകൂടി അത്യാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ